Hello, good morning. Hey guys, welcome back to my YouTube channel and this is Ansi Anthony. You are watching Anansi Tales. ഗായ്സ് ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ അറിഞ്ഞുകൊണ്ട് കുറച്ചധികം ടെൻഷൻ എടുക്കാൻ പോവാണ്. ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ എണീറ്റേക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഈ ടൈമിൽ എണീക്കാറില്ല. കാരണം എനിക്ക് രാവിലെ എണീക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് കുറേ ടൈം കിടക്കണം. സോ ഇന്ന് ഞാൻ ലേറ്റാണ്. 6:30 എന്ന് പറയുന്നത് ഭയങ്കര ലേറ്റാണ്. കാരണം എന്നോട് 7 മണിക്ക് ലൊക്കേഷനിൽ എത്താൻ പറഞ്ഞതാണ്. ഇപ്പോൾ 6:30 ആയി. ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഞാൻ എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് 3/4 മണിക്കൂർ വണ്ടി ഓടിക്കണം, എന്നാലേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ ഭയങ്കര ലേറ്റാണ്. സോ എണീറ്റ ഉടനെ ഞാൻ ബാഗെല്ലാം എൻ്റെ ഡ്രസ്സ് എടുത്ത് വയ്ക്കുകയാണ്. കാരണം തലേ ദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ലേറ്റായി വന്നപ്പോൾ ആ ഡ്രസ്സെല്ലാം ബാഗിലുണ്ടായിരുന്നു. ഈ ബാഗാണ് ഞാൻ ഷൂട്ടിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബാഗിൽ നിന്ന് ഞാൻ ഡ്രസ്സെല്ലാം ഞാൻ പുറത്തേക്ക് എടുത്തെറിഞ്ഞു. ഇനിയിപ്പോൾ ഈ മടക്കി വെക്കുന്നതെല്ലാം ഇന്നത്തെ ഷൂട്ടിനുള്ളതാണ്. സാരിയാണ്. ഓൾമോസ്റ്റ് ഒരു 5 സാരി എടുത്ത് എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാരി എല്ലാം പെറുക്കിക്കൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ റെഡിയായി ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7 മണിയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു 8 മണിയായി. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നമ്മുടെ ഷൂട്ടിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. സോ ഇനി ഈ ഡയറക്ടറും കൂടി വരാനുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു ക്രൂവിൻ്റെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവരായിട്ടൊന്ന് കമ്പനി ആവാനായിട്ട് നല്ല ടൈം എടുക്കും. പിന്നെ കമ്പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര കമ്പനി ആയിരിക്കും. സോ അപ്പോൾ നമ്മുടെ ഇത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് എന്നോട് കോസ്റ്റ്യൂം മാറിക്കോളാൻ പറഞ്ഞു. ഫസ്റ്റ് എൻ്റെ ഷോട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ നമ്മുടെ ഷോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇന്ന് കുറച്ചധികം ടെൻഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന്. സോ കുറച്ചധികം ടെൻഷനിൽ തന്നെയാണ്. ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള ഷോട്ടാണ്. സോ ഞാൻ നല്ല ടെൻഷനിലാണ്. ബാക്കി ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ, അതായത് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞത് നമ്മുടെ 24 ന്യൂസിന് ചാനലിന് വേണ്ടിയിട്ട് കലിക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡിന് വേണ്ടി നമ്മുടെ റീസൺലി ഒരു അമ്മ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞ് കൊന്നൊരു കേസ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു റീക്രിയേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനെൻ്റെ ലൈഫിൽ ഇതുപോലൊരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. സോ ഞാൻ 5 വർഷമായി ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ട്, ഈ ഒരു ആക്ടിങ്ങിലേക്ക് ഇറങ്ങിയിട്ട്. സോ ഞാൻ എൻ്റെ ഓർമ്മയിലല്ല, ഞാൻ ചെയ്തിട്ടില്ല. സോ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സീൻസ് ഞാൻ കാണിച്ചു തരാം. ഹലോ മോനെ, കൊച്ചവിടെ വന്നോ? കൊച്ചു വന്നിട്ടില്ല, അവളിവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ കൊച്ചെവിടെ പോയി? കൊച്ചിനെ ബസ്സിൽ വെച്ച് കണ്ടില്ലെന്നാണ് അവൾ പറയുന്നത്. കണ്ടില്ലെന്നോ? എന്റെ കൊച്ചിനെ വെറുതെ വിടത്തില്ല, പറഞ്ഞേക്കാം. എന്റെ അടുത്ത് ചൂടായിട്ട് എന്താടാ കാര്യം ഇരിക്കുന്നത്? നീ അവളുടെ അടുത്ത് പോയി ചോദിച്ചു. ഞാൻ ഇപ്പൊ കിടന്നിട്ട് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കുഞ്ഞ് എവിടെ നിന്ന് അന്വേഷിക്കും മോനെ. മോളോടുണ്ടല്ലോ, ചോദിച്ചൂടെ? എടി, കൊച്ചിനെ അന്വേഷിക്കുന്നവൻ എവിടെയാ നീ കൊച്ചിനോട് കാണുന്നത്? എവിടെ? എന്താ നീ പറയുന്നത്? എങ്ങോട്ട് രക്ഷപ്പെട്ടിരുന്നു? ഹലോ മോനെ. Ready, rolling. സൈലൻസ്. Ready, rolling. ആക്ഷൻ. എടി, കുഞ്ഞിന് നീ എന്ത് ചെയ്തു? പറയടി. എന്നിട്ട് കണ്ടില്ലെന്നോ? ഹലോ, ഇനിയിപ്പോ ആട്ടം നിർത്തണോ? വിചാരിക്കോ? ആ പ്രശ്നം റെഡി. ഓക്കെ. പിന്നെ തേണ്ടി വേറെ എടുക്കണം. മറ്റേ നല്ലതല്ലേ? ക്ലോസ് വേണ്ടേ? ക്ലോസ് വേണ്ടേ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞു. ആ ഒരു ഷോട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് കേട്ടോ. ചേച്ചി നന്നായിട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പുള്ളിക്കാരത്തിനെ. നമ്മൾ നല്ല കമ്പനിയായി. സോ നമ്മുടെ ആ ഒരു ഷോട്ടായിരുന്നു ഫസ്റ്റ് എടുത്തത്. അമ്മയുടെയും മോളുടെയും ആ ഒരു സീനാണ്. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു കലിക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് നിങ്ങൾ 24 ന്യൂസിൽ കയറി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം. എന്നിട്ട് എനിക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മെസ്സേജ്
ചെയ്യുക. അത് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എനിക്ക് മെസ്സേജ് ചെയ്യുക. സോ ഇത് ഇറങ്ങുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സോ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മുക്കുട്ടി, അല്ല പാർക്കുട്ടി എന്നാണ് ശരിക്കും പേര്. പക്ഷെ നമ്മുടെ ഇതിനകത്ത് അഭിനയിക്കുന്നത് എൻ്റെ മോളായിട്ടാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയാണ് നമ്മൾ പുഴയിലോട്ട് എറിയാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എറിയില്ല കേട്ടോ, നമ്മൾ ഡമ്മി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവളാണ് അഭിനയിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ആൾ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര ആക്റ്റീവായിരുന്നു ആൾ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാനായിട്ട് കമ്പനിയായി. കാരണം ഇപ്പം നമ്മൾ അമ്മയും മോളും സീനൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഞാനായിട്ട് കമ്പനിയായി. ഭയങ്കര ചിരിയും കളി. അവൾക്ക് എപ്പോഴും ഫോൺ അവൾക്ക് കയ്യിൽ വേണം. സ്നാപ്ചാറ്റിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു ആൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അപ്പോൾ നമ്മൾ അടുത്ത സീൻ എടുക്കാൻ പോവാണ്. അടുത്ത സീൻ എന്ന് പറഞ്ഞത് നമ്മളിനി കുഞ്ഞിന് വിഷം കൊടുക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് എടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് ഇങ്ങനെ നിൽക്കണേണ്. എൻ്റെ ഫേസിൽ ഒരു തരം മേക്കപ്പും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് എനിക്ക് ഇടാനായിട്ടോ എനിക്ക് ഭയങ്കര മടിയാണ്. സോ നമ്മൾ ആ ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാറുണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് അമ്മൂമ്മയായിട്ട് അഭിനയിക്കുന്ന ചേച്ചിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ക്രൂ. നമ്മുടെ പാർക്കുട്ടി ഇതേ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഓട്ടോയിൽ പോകുന്നൊരു സീനായിരുന്നു. ആളിൻ്റെ മടിയിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. എനിക്ക് അഭിനയിക്കണ്ടേ എനിക്ക് ഉറങ്ങണേ എന്നും പറഞ്ഞ് ഭയങ്കര ഉറക്കമായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവായതേ ഇപ്പോൾ ഇതേ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിത് വിഷം കൊടുക്കാൻ പോകുന്ന സീൻ എടുക്കുന്നതാണ്. ബാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ നമ്മളെടുത്തത് വിഷം കൊടുക്കാൻ പോകുന്ന വഴിയുള്ള കുറച്ച് സീൻസ് ആയിരുന്നു. ആ സീൻസ് എല്ലാം എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സീൻ എടുക്കാൻ പോണത്. ആക്ഷൻ. അതൊന്ന് ഇനി അല്ലാതെ ഒന്ന് കൈക്ക് മേലെ ഉൾപ്പെടെ ഒന്ന് എടുത്ത് വെച്ചു. ആറാമേ നോക്കിയോ? അല്ല ആ ഡയലോഗ് ഇവിടെ ഇല്ലല്ലോ. സാറില്ല, അവിടെ നിൽക്കും. റെഡി പറഞ്ഞു. നീ എന്താ അമ്മ അതിന് നിന്നെ ഞാൻ ഓൾറെഡി കൊന്നില്ലേ? അതിനകത്ത് ഞാൻ വിഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വിഷം ഇട്ടിട്ടുണ്ട്. ഒന്നും പറ്റില്ലേ, സത്ത് പോവല്ലേ. സത്ത് പോവല്ലേ. എങ്ങനെയുണ്ട്, ഇഷ്ടായ? മക്കൊന്നും തന്നില്ലാട്ടാ. ഞങ്ങൾക്ക് ഇത്തിരി തരുമോ? അമ്മയ്ക്ക് തന്നില്ലല്ലോ. എനിക്ക് ചേച്ചിനോട് ചോദിക്കണോ? ചേച്ചിയുടെ വെള്ളമാണ്, എനിക്ക് വേണ്ട വെള്ളം. ഓ ആ ചേച്ചി എന്റെ ഹലോ ഹായ്. ഇതാരാ? അപ്പൊ അമ്മുക്കുട്ടിയല്ലേ? അമ്മുക്കുട്ടി ഇതാരാ? അമ്മ. നമ്മുടെ അമ്മുക്കുട്ടിയോട് അഭിനയിച്ച പാർക്കുട്ടി ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര കമ്പനിയാണ്. പെട്ടെന്ന് ആൾ
എല്ലാവരായിട്ടും കമ്പനിയാകും. സോ ഇവർ ഷൂട്ടിന് തലേ ദിവസം, നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, സോ തലേ ദിവസമാണ് കണ്ണൂരിൽ നിന്ന് വന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഇവൾക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇവളുടെ ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. സോ രാവിലെയൊക്കെ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ട് തൊട്ട് ആൾ പിന്നെ ഇടഞ്ഞു തുടങ്ങി. ഇടഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടച്ചിലായിട്ടോ ആൾ. ആരാ കരയുന്ന? സത്തുപോയി നീ. ആ സത്തുപോയി, അതുകൊണ്ട് അവർ കരയണം. പ്രതിമ ഉണ്ട്, കണ്ടില്ല അവിടെ. അങ്ങനെ നമ്മുടെ ഈവനിങ് ടൈം ആയിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ചായയുടെ ടൈമായി. ഇപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ബോഡി കൊണ്ടുവന്നിട്ടുള്ള കരച്ചിൽ സീനും പിന്നെ വീട്ടിലുള്ള സീനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും അമ്മൂട്ടിക്കും പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, വർത്താനം പറയുന്നു, കമ്പനി അടിക്കുന്നു, അടിപിടി ഉണ്ടാക്കുന്നു, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പണി. സോ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത ഷോട്ടായി. അപ്പോൾ ഇന്നത്തെ 3ാമത്തെ സാരി ഞാൻ എടുത്തേക്കുന്നതാണ്. ആക്ച്വലി ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര സാരി പ്രാന്തായിരുന്നു കേട്ടോ. ഇതുപോലുള്ള പഴയ സാരികളോട് ലൈക്ക് 90s വൈബ് സോങ്സൊക്കെ റീക്രിയേറ്റ് ചെയ്യാനും എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ സാരിയല്ല എനിക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മേരി ചേച്ചിയാണ്. സോ മേരി ചേച്ചിയുടെ അടുത്ത് ഒരു ദിവസം പോയിട്ട് ഞാൻ ചോദിച്ചു, ചേച്ചി എനിക്ക് കുറച്ച് പഴയ സാരിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മേരി ചേച്ചി എന്നോട് പറഞ്ഞു, ദേടി എൻ്റെ അലമാരിയിൽ കുറച്ച് സാരി ഇരിക്കുന്നുണ്ട്, നീ അതെടുത്തിട്ട് പൊക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ കിട്ടിയ കുറേ സാരികൾ ഒരു 5-6 മാസം മുന്നേ ഞാനെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പോഴാണ് ഇതെല്ലാം കൊണ്ട് എനിക്ക് ഉപകാരമായത്. സോ അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഇന്നത്തെ ഷൂട്ട് വൈൻഡ് അപ്പ് ചെയ്തു. സോ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മുക്കുട്ടി ഉറങ്ങിപ്പോയ സീനാണ് കണ്ടത്. സോ ഗൈസ്, അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ഷോട്ട് മാത്രമേ എനിക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന വഴി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ നല്ല മഴയായിരുന്നു. നമ്മളൊരു ഷൂട്ടിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നെ പോയത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ പിന്നെ പണ്ടേ തൊട്ടേ മഴ കണ്ടു കഴിഞ്ഞ് എനിക്ക് പ്രാന്തായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കോട്ടുണ്ടായിരുന്നു. കോട്ടിട്ട് ഞാനങ്ങ് ഇറങ്ങി. അവനെ കൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുപ്പിച്ചു. ദെൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനൊരു റീലാക്കിയിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുമ്മാ എന്തോ മഴയത്തിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് കഴിയുമ്പോഴേക്കും മനസ്സിനൊരു സമാധാനം. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പനിയായി, ചുമയായി, തുമ്മലായി. ആഹാ, പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ അങ്ങനെ നമ്മുടെ 2ാമത്തെ ദിവസം എത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ പിറ്റത്തെ ദിവസം നമ്മൾ ഷൂട്ടിൽ ഫസ്റ്റ് ലൊക്കേഷനിൽ ചെന്നേക്കും. നമ്മുടെ ഫ്ലവേഴ്സ് ടിവിൻ്റെ ഉപ്പുമുളക് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടീൻ്റെ ലൊക്കേഷനുണ്ട്. സോ ആ ലൊക്കേഷനിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉപ്പുമുളകിലുള്ള പിള്ളേരെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവരുടെ ഷൂട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 2 കൂട്ടർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ്. നമുക്ക് പുട്ടും കടലയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. സോ പുട്ടും കടല ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം മാറി, അമ്മുക്കുട്ടി ഡ്രസ്സ് മാറി, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞാനിവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഞാനാണല്ലോ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അതിനകത്ത് കാണാത്തത്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഷോട്ട് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിനെ നമ്മൾ പുഴയിലേക്ക് എറിയാൻ പോകുന്ന ഒരു സാധനമാണ്. സോ ഇന്നത്തെ ദിവസം ഷൂട്ടിന് വന്നപ്പോൾ മുതൽ ഞാൻ ഭയങ്കര സൈലൻ്റാണ്. കാരണം ഇമോഷണൽ ആയിട്ടുള്ള സാധനമാണ് ചെയ്യാൻ പോകുന്നത്. ചിരിച്ച് കളിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഇമോഷൻ സാധനം വരില്ല. പിന്നെ എനിക്ക് ഗ്ലിസറിൻ ഇട്ട് കരയാൻ എനിക്ക് ഇഷ്ടമല്ല, കാരണം കണ്ണ് ഭയങ്കരമായിട്ട് വേദനിക്കും. ഞാനാണെങ്കിൽ ഇങ്ങനെ ഡയലോഗ് പറയുമ്പോൾ കണ്ണിങ്ങനെ ഇടയ്ക്ക് ചിമ്മും. സോ അപ്പോൾ ഗ്ലിസറിൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഗ്ലിസറിൻ ഒഴിക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അമ്മുക്കുട്ടിയുടെ കൂടെ കളിച്ചും ചിരിച്ചൊക്കെ നിന്നെങ്കിലും ഈ ഒരു പാലത്തിലോട്ട് കയറിയ ഉടനെ എനിക്കറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി, ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവളുടെ ഈ ഒരു കുഞ്ഞി മുഖവും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുട്ടികളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ വെള്ളത്തിൽ ചാടാൻ പോകണോ അമ്മുക്കുട്ടി? ഇവിടെ നോക്കിയേ, വെള്ളത്തിൽ ചാടാൻ പോകണോ? വേണ്ട, ചാടട്ടെ. വെള്ളത്തിൽ കൊണ്ടിരട്ടെ, ഇടട്ടെ. നോക്ക് കൊണ്ടിരട്ടെ. ഇവിടെ നോക്കാൻ നമുക്ക് വെള്ളത്തിൽ ചാടാം. വെള്ളത്തിൽ കൊണ്ട് ഇടട്ടെ. ഞാൻ ഇടാനാ പോണത്. അപ്പൊ നമ്മള് നേരെ പാലത്തിന്റെ മുകളിൽ പോന്നു. വെള്ളത്തിൽ നിന്ന് അമ്മുക്കുട്ടീനെ നിലത്തിടാൻ പോകുന്നു. അമ്മുക്കുട്ടി
മാറിയടാ നോക്കി നോക്ക് നോക്ക് അമ്മുക്കുട്ടീന്റെ പ്രതിമ ഡമ്മി ഇവിടെ തന്നെ വെള്ളത്തിലേക്ക് ഇടാൻ പോണു. ഞാൻ നീന്താൻ പഠിച്ചു പറ, നീന്താൻ അറിയുന്ന പറ. ഇതിന്റെ കൂടെ ഇരിക്കും, ഇതിന്റെ ഫോട്ടോ ഇതിൽ ഏറ്റവും മാച്ച് എന്താ അവളെ മുടി ഇങ്ങനെ ഇത്ര ഉണ്ടായി. അത് വല്ലാണ്ട് നോക്കി വീഡിയോ എടുക്കില്ല. ഇതാരാ ഇത്? അമ്മുക്കുട്ടി. അപ്പൊ ഇതാരാ? അമ്മുക്കുട്ടീന്റെ ഡമ്മി. ഷൂട്ടിന് വന്നിട്ട് ഡാൻസ് കളിക്കുന്ന ചില ആളുകൾ സ്വന്തം ഡമ്മിയെയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന കുട്ടി. ശല്യമാണല്ലോ ഇതിനെ കൊണ്ട്. ഇവനെ എനിക്ക് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാനായിട്ട് ഭയങ്കര കമ്പനി അയാൾ, ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിയായി, ഞാനും കമ്പനിയായി, എനിക്കും ഭയങ്കര ഇഷ്ടമായി. സോ നമ്മൾ സെക്കൻഡ് ഡേ ഷൂട്ട് ഉച്ചവരെയും ഫുൾ നമുക്ക് പാലത്തിൻ്റെ മുകളിലുള്ള ഷൂട്ടായിരുന്നു കേട്ടോ. കുറേ കരയാനും കുറേ ഇമോഷണൽ സീൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞ് മെഴുകിയെന്ന് വേണമെങ്കിൽ പറയാം, ഭയങ്കരമായിട്ട് ഇമോഷണലായി. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനകത്തുള്ള സീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ സീനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മുടെ ക്രൂ എല്ലാം നല്ല ടയേർഡാണ്, ഉച്ചയ്ക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ എപ്പോഴോ പുറത്തോട്ട് ഇറങ്ങിപ്പോയപ്പോഴേക്കും എൻ്റെ സീറ്റ് പോയി, സോഫ പോയപ്പോഴേക്കും പിന്നെ ഞാൻ പുറത്തു വന്നിരുന്നു. പിന്നെ സീറ്റ് കിട്ടിയപ്പോഴേക്കും ഞാൻ വീണ്ടും വന്നിരുന്നു. അടുത്ത ഉറക്കത്തിനുള്ള പുറപ്പാടാണ്. കാരണം ഉച്ചയ്ക്ക് ഞാൻ നല്ല രീതിയിലുള്ള ഓട്ടം ഓടിയിട്ടുണ്ട്. ആ ഒരു പാലത്തിൻ്റെ മുകളിൽ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ടയേർഡായി, എൻ്റെ കൈയൊക്കെ നല്ല വേദനയുണ്ട്. പിന്നെ വെയിലെല്ലാം കൊണ്ടിട്ട് ഞാൻ നല്ല രീതിയിൽ കരിവാളിച്ചങ്ങിയിരിക്കണേന്. പിന്നെ ഞാൻ വിചാരിച്ചു കിടന്നൊന്ന് ഉറങ്ങാമെന്ന്. അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീറ്റു. പിന്നെ വന്നപ്പോൾ പുറത്തിറങ്ങി വന്നപ്പോൾ ഇവൻ പോയിട്ടില്ല, ഇവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഇവനും കൂടി നല്ല കളിയായി. ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടോ, ഞാൻ ചായ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ കഴിക്കാനായിട്ട് പഴംപൊരി ഉണ്ടായിരുന്നു, അപ്പോൾ പഴംപൊരിയൊക്കെ കൊണ്ടുവന്ന് ഞാൻ കൊടുത്തു. അപ്പോഴേക്കും രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് വിശന്നു. ഞാൻ എന്നാൽ ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചു. ഞാൻ ആദ്യം പോയി ചോദിച്ചു എൻ്റെ ഷോർട്ടായോ എന്ന് വെച്ചപ്പോൾ ഇല്ല നീ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതൊക്കെയാണ് ഷോട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ വിശന്നിട്ട് എൻ്റെ കണ്ണ് കാണാൻ വയ്യ. ഞാൻ പിന്നെ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഉഗ്രനൊരു മഴ വന്നു. പിന്നെ ഞാൻ ആ ഫുഡ് എടുത്തിട്ട് നമ്മുടെ പട്ടിക്ക് അവന് കൊണ്ടേ കൊടുത്തു, കുറച്ച് കൊണ്ടേ കൊടുത്തു. അവൻ മാത്രമല്ല അവൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോൺ ചാർജ് ചെയ്യാനിട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സീനായി, എന്നോട് പറഞ്ഞു റെഡി ആയിക്കോ സീനായി എന്ന് പറഞ്ഞു. അപ്പം ഞാനിനി ഇമോഷണൽ ഒന്നും കൂടി കരയാനായിട്ട് പ്രിപ്പയർഡ് ആവണേണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, എൻ്റെ കരച്ചിലെല്ലാം കഴിഞ്ഞു. കരച്ചിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒച്ചപ്പാടിന് ഇറങ്ങിയേക്കണത്. അത്ര നേരം ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഷൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊരു ഷൂട്ട് എന്ന് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ക്രൂ ഒക്കെ അടിപൊളി ക്രൂ ആണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ആൻഡ് ഇത് നമ്മുടെ കോസ്റ്റ്യൂം എല്ലാം ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയാണെങ്കിലും ഭയങ്കര നൈസായിരുന്നു. എനിക്ക് സാരിയൊക്കെ കൊടുത്തു തന്നത് എനിക്ക് ചേച്ചിയായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പിന്നെ മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കമ്പനി ആയിട്ടും എല്ലാവരായിട്ടും. ഉറക്കൊന്നുമില്ലേ? ഉറങ്ങണ്ടേ ഇരിക്കടെ, കിടക്കടെ കിടക്ക് കിടക്ക്. അവിടെ കിടന്നോ ഉറങ്ങിക്കോട്ടാ.
എന്താ തിന്നണേ? ഇവള് തന്നെയാണ് ചെയ്തതെന്ന് ഏകദേശം അവള് സമ്മതിക്കുന്നു സാറേ. പക്ഷെ അത് ചെയ്യാനുള്ള മോട്ടീവ് എന്താണെന്ന് അവള് പറയുന്നില്ല. നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പറയാൻ മാത്രം തടി മടി. അഫ്സലേ, ചില സമയത്ത് എന്റെ സ്വഭാവം ഈ നിക്കിനെ പിടിക്കാറില്ല. പറയടി. ഞാനാ സാറേ, ഞാനാ എന്റെ മോളെ കൊന്നത്. അവരെന്റെ മോൾ ഇത്ര സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാറേ. അവരെല്ലാരും വിഷമിക്കണം, അവരെല്ലാരും കരയണം, അതെനിക്ക് കാണണം.